നമസ്കാരം. നമ്മളെപ്പോഴും പറയില്ലേ, നമുക്ക് ജീവിതത്തിൽ വിജയിക്കണം. മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ കേട്ട് മടുത്തു, ഇനി ചിലപ്പോൾ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് തന്നെ ചിന്തിച്ചു എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറില്ലേ, നമ്മൾ പറയാറുമില്ലേ. അമ്മായി അമ്മയുടെ പോര്, അല്ലെങ്കിൽ മരുമകളുടെ പോര്, നമ്മുടെ ഇല്ലോസിന്റെ അടുത്തു നിന്നുള്ള മോശ സ്വഭാവം പരിഹസിക്കുന്നു, നമ്മളെ കുറ്റപ്പെടുത്തുന്നു, നമ്മളെ ഒറ്റപ്പെടുത്തുന്നു, നമുക്ക് ഒരു രക്ഷയുമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുണ്ട് അല്ലേ. ഒത്തിരി പേര് പറയാറുണ്ട്, ഇനി ജീവിക്കണമെന്ന് തന്നെ തോന്നണില്ല, മടുപ്പായി ജീവിതം, എനിക്കിഷ്ടമല്ല ഈ ജീവിതം എന്നൊക്കെ ഇല്ലേ. ഇങ്ങനെ ഒരു അവസ്ഥ ഞാനും കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പം എനിക്കൊരു പ്രചോദനമായത്, ഞാനൊരു ക്ലാസ് കേൾക്കാനിട വന്നു, ഒരു മോട്ടിവേഷൻ ക്ലാസ്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് അങ്ങനെയൊന്നും നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണം എന്ന് എൻ്റെ മനസ്സിൽ തോന്നുകയും ഞാൻ അതിലൂടെ തന്നെ മെഡിറ്റേഷനായി യോഗയായി ചെയ്ത് മാറ്റം വരുത്തുകയും ചെയ്തു. നമുക്ക് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും ചിന്തിക്കണം, നമ്മളെ ഈ പറയുന്നവരാരുമല്ല നമ്മളെ ചെലവിന് തരുന്നത് എന്ന് ചിന്തിക്കണം. അവരെയൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകില്ല. നമ്മളെ തന്നെ ഇതൊരു പ്രചോദനമായിട്ട് ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. കാരണം ഈ പറയുന്നവരുടെ വാക്കുകളായിരിക്കണം നമ്മുടെ വിജയത്തിന്റെ ആധാരം. ഈ പറയുന്ന വാക്കുകൾ ഓരോന്നും എടുത്തിട്ട് നമ്മൾ വിജയത്തിലേക്ക് മുന്നേറാൻ ശ്രമിക്കണം. കാരണം നമുക്ക് ജയിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ വിചാരിക്കണം, എന്ത് ചെയ്തെങ്കിലും എന്തെങ്കിലും ഒരു പരിപാടി ചെയ്ത് നമ്മൾ ജീവിതത്തിൽ വിജയിക്കണം എന്ന് ചിന്തിക്കുക. നമ്മളല്ലാണ്ട് ഇവർ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് തളർന്നിരിക്കാൻ തളർത്താൻ നമ്മൾ ഒത്തിരി പേര് കാണും. പക്ഷെ വിജയിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മൾ വിജയിക്കുമ്പോഴുണ്ടല്ലോ, ഇവരെല്ലാം നമ്മുടെ കൂടെ വരികയും ചെയ്യും. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരൊക്കെയാണ് നമ്മളെ തളർത്തിക്കൊണ്ടിരുന്നത്, നമ്മളെ പുറകോട്ട് വലിച്ചുകൊണ്ടിരുന്ന ആരാന്നൊക്കെ. നമ്മൾ പല വാക്കുകളും കേൾക്കുമ്പോൾ, കുത്തുവാക്കുകളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നെഗറ്റീവുകളോ കേൾക്കുമ്പോൾ നമുക്ക് വിഷമങ്ങളുണ്ടാകും. അത് സ്വാഭാവികം മാത്രം. പക്ഷെ ആ വിഷമങ്ങളിൽ നമ്മൾ പെട്ടുകിടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ വിജയിക്കില്ല. ആ വിഷമങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളണം. ചിലർക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ വീട്ടിൽ തന്നെ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കും. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കും. എന്തിനു കാര്യത്തിനാണ്? നമ്മളൊക്കെ വിഷമം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ആക്റ്റീവായിട്ട് ജോലി ചെയ്യാൻ ശ്രമിക്കുക. അതാണ് നമുക്ക് വേണ്ടത്. അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു തരുന്ന, ജീവിതത്തിലെ ഓരോ പ്രതിസന്ധി വന്നു കഴിഞ്ഞപ്പോഴും അപ്പോഴൊക്കെ അതിനെ തരണം ചെയ്തിട്ട് അവിടെ നമ്മൾ വിജയിക്കണം. ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല. കുറച്ച് നാളൊക്കെ ചുമ്മാ ഇരുന്നു കേട്ടോ. കുറച്ച് നാളൊക്കെ ഒന്നും ചെയ്യാനുള്ളൊരു ഇഷ്ടമില്ല, ആരെയും കാണുന്നത് ഇഷ്ടമല്ല, മിണ്ടുന്നത് ഇഷ്ടമല്ല, അങ്ങനെ. പിന്നെ എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള ഉടനെ പെട്ടെന്ന് തളർന്നു കുത്തിപ്പോകുന്നത്. നമ്മുടെ കുഞ്ഞുനാൾ തൊട്ട് അങ്ങനെ ഒരു സ്വഭാവമായിരുന്നു. കാരണം ജീവിതത്തിൽ ഒത്തിരി വിഷമങ്ങൾ അനുഭവിച്ചു വന്ന വ്യക്തിയാണ് ഞാൻ. കാരണം എൻ്റെ കുഞ്ഞുനാൾ തൊട്ട് എനിക്ക് ഒത്തിരി മാനസിക വിഷമങ്ങൾ ഒക്കെ ആരോടും പറയാനില്ല, ആരോടും പറഞ്ഞാൽ കേൾക്കുകയില്ല, എങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ കൂടെ വളർന്ന ഒത്തിരി പേര് നമ്മളെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒത്തിരി പേര് നമ്മളെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒത്തിരി പേര് നമ്മളെ പരാജയപ്പെടുത്താൻ, നമ്മുടെ ഓരോ സ്റ്റെപ്പുകളും പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനെയൊക്കെ തട്ടിത്തകർത്ത് എങ്ങനെയെങ്കിലും നമ്മുടെ സ്ട്രോങ് മൈൻഡ് ആകാമെന്ന് വിചാരിക്കുമ്പോൾ പിന്നെയും നമ്മുടെ അടുത്തുള്ളവരും നമ്മളോട് സ്നേഹമുള്ളെന്ന് ഭാവിക്കുന്നവരും ഒക്കെ നമ്മളെ പിന്നെയും പറ്റിക്കുമ്പോൾ നമ്മൾ തളർന്നു പോകും ഇല്ലേ. അങ്ങനെ ഒരു അവസരത്തിലാണ് ഒരു ക്ലാസ് കേൾക്കാനിട വന്നതും പിന്നീട് ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കേസല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്ത്, നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കാനും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം കൂടെ ഉണ്ടെങ്കിൽ ആര് പറയണേ നമ്മളെ ബാധിക്കില്ല. നമ്മളെ ചെവി കൊടുക്കാണ്ടിരുന്നാൽ മതി. ആരെങ്കിലും എന്തെങ്കിലും പറയും, നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഒട്ടകം പോകുന്ന വഴിക്ക് തെരുവ് നായ്ക്കൾ കുരച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടകത്തെ ബാധിക്കുന്നുണ്ടോ? അത് കുറച്ചുകൊണ്ടിരിക്കും, ഒട്ടകത്തിന്റെ വഴിക്ക് പോകും എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഒത്തിരി പേര് കുരയ്ക്കാൻ ചുറ്റും കാണും. പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അത് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാണ്ട് ഇരുന്നാൽ മാത്രം മതി. ഒരു ഉദാഹരണം പറയട്ടെ. കുട ഇല്ലേ, നമ്മൾ ചൂടുന്ന കുടയുടെ പുറത്ത് വെള്ളത്തുള്ളികൾ വന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ അത് ആ കുടയെ പിടിച്ചിരിക്കുന്നുണ്ടോ? അതങ്ങ് ഒഴുകി താഴെ പോവുകയല്ലേ ഉള്ളൂ. ഒരു കുടച്ചിൽ കുടയുമ്പോഴത്തേനും മൊത്തം അങ്ങ് പോകും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലൊന്ന് കുടയുക, എല്ലാവരും ഒഴിവായി പോയിക്കോളും. നമ്മളെ തളർത്താൻ ഒരു മനുഷ്യർക്ക് സാധിക്കില്ല. നമ്മൾ സ്വയം തീരുമാനിക്കണം നമ്മൾ തളരണമോ തളരണ്ടയോ എന്ന്. ഒത്തിരി ചുറ്റും നിന്ന് പലതും പറയും, നമ്മളെ ഇല്ലാത്തതും ഉള്ളതും ആയ കാര്യങ്ങൾ ഒത്തിരി നമ്മളെ പറയും. നമ്മളതെല്ലാം കേട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് ജീവിക്കുകയില്ല. നമ്മൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ പല കാര്യങ്ങളും നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കണം. പിന്നെ നമ്മൾ ഒരു കംഫർട്ട് സോണിൽ അങ്ങനെ ഇരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ സേഫ് സോണായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിക്കില്ല. നമ്മൾ ഇറങ്ങണം. നമ്മൾ പണത്തെ ആഗ്രഹിക്കണം.
ഒന്നാമത്തെ കാര്യം നമ്മൾ ആഗ്രഹിക്കണം നമ്മളിലേക്ക് പണം വരുത്താൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ട് നമ്മളിലേക്ക് വരുത്താൻ ശ്രമിക്കണം. അതിനെന്ത് പണി ചെയ്യണം എന്ന് നമ്മൾ ചിന്തിക്കുക. ഈ കുത്തുവാക്ക് പറഞ്ഞവരെ നമ്മൾ അപസ്മരിക്കുക. കാരണം എന്താ, അവരോട് നന്ദി പറയുക. അവർ കാരണമാണ് നമ്മൾ നന്നാവാൻ തീരുമാനിച്ചതെന്ന് അവർക്ക് നന്ദി പറയുക. എന്നിട്ട് അവരെ മനസ്സിലോർത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. നമ്മൾ ജയിക്കണം എന്നൊരു ചിന്തയോടുകൂടി നല്ല മാർഗത്തിൽ കൂടെ നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കുക. ആദ്യം പണത്തെ നമ്മൾ സ്നേഹിക്കണം, നമ്മളിലേക്ക് വരുത്താൻ ശ്രമിക്കണം, അതിനുവേണ്ടി പണി ചെയ്യണം. ഈ കുത്തുവാക്ക് പറഞ്ഞവരെ നമ്മൾ മനസ്സിൽ സ്മരിക്കണം. കാരണം അവർ പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് ഒരു പണി ചെയ്യാൻ ചെന്നത്. ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. നമ്മൾ ജീവിതത്തിൽ വിജയിക്കും. അല്ലാതെ നമുക്ക് ആരും കൊണ്ടുത്തരുമെന്ന് ഓർത്തുകൊണ്ട് ആരും ഇരിക്കേണ്ട. നമുക്ക് ആരും ഒരു സാധനം കൊണ്ടുത്തരില്ല, ആരും നമുക്ക് തരില്ല. കാരണം നമ്മൾ ചിലർ വിചാരിക്കും, ചില പണക്കാരൊക്കെ ആയ സഹോദരങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ചിലർ സാമ്പത്തികമായി തകർന്നു കിടക്കുന്ന അവസ്ഥയിൽ നമ്മൾ വിചാരിക്കും, അവർക്കൊന്ന് സഹായിച്ചാൽ തന്നെ നമ്മളെ എന്ന്. അങ്ങനെ ആരും സഹായിക്കില്ലാന്നേ. അത് സഹായിക്കില്ല എന്ന് ഉറപ്പായ കാര്യം. കാരണം അവർക്ക് ജീവിക്കണ്ടേ, നമുക്ക് സഹായിച്ചോളെ. നമ്മൾ നമ്മുടെ മാർഗം കണ്ടുപിടിക്കണം. നമ്മുടെ വഴി നമ്മളാണ് വെട്ടിത്തുറന്നു പോവേണ്ടത്. അല്ലാണ്ട് മറ്റൊരാൾ സഹായിക്കും എന്നും പറഞ്ഞിരുന്നിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് ഒന്നും ഉണ്ടാക്കാൻ നമ്മളപ്പോൾ കൂടുതൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള മേഖലയിൽ തിരഞ്ഞെടുത്തിട്ട് അതിലേ പോകാൻ ശ്രമിക്കുക. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഏത് മാർഗമാണോ അത് നമ്മളൊരു പാഷനായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു ഇൻട്രസ്റ്റോട് കൂടി എടുത്തിട്ട് അതിൽ നമ്മൾ വിജയിക്കണം. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിന് പുതിയ പുതിയ സ്കില്ലുകൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കണം. ഏതെങ്കിലും ചെറിയ കോഴ്സ് പഠിച്ചാൽ നമുക്ക് വിജയിക്കാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ പഠിക്കണം. വേറെ ഏതെങ്കിലും മോട്ടിവേഷനായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഏത് മാർഗത്തിലൂടെയാണോ നമുക്ക് വിജയിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുക. എന്നിട്ട് നമ്മൾ ആ മാർഗത്തിലേക്ക് പോവുക. നമ്മൾ വിജയിച്ചിരിക്കും. അല്ലാതെ മറ്റുള്ളവർ എനിക്ക് തരും എന്നും പ്രതീക്ഷിച്ച് ഒരിക്കലും ഇരിക്കേണ്ട. ആരും നമുക്ക് സഹായിക്കാൻ പറ്റില്ല എന്ന് മാത്രം നമ്മൾ ചിന്തിക്കുക. ഒരു മനുഷ്യൻ ആർക്കും സഹായിച്ച് ആരും രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. ഒരു പരിധിയുള്ളൂ എല്ലാ കാര്യത്തിനും, ഇല്ലേ? ഒരു പരിധിക്കുള്ളിൽ ആർക്കും ആരെയും സഹായിക്കാനൊന്നും പറ്റിയില്ല. അപ്പം പിന്നെ നമ്മൾ ചിന്തിക്കുക, നമ്മൾ തന്നെ മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുക. അതേപോലെ മറ്റുള്ളവരുടെ മുൻപിൽ പോയി നമ്മൾ എന്നെന്താ പറയണേ, എനിക്ക് വയ്യ, എനിക്ക് ഇല്ല, എനിക്ക് അങ്ങനെയാണ്, എനിക്ക് ദാരിദ്ര്യമാണ്, ഞാൻ അങ്ങനെ കഷ്ടപ്പാടാണ്, എനിക്ക് അങ്ങനെ അസുഖങ്ങളാണ് എന്നിങ്ങനെ പറയാതിരിക്കുക. അങ്ങനെ പറയും തോറും നമ്മൾ കൂടുതൽ നമ്മുടെ സെൽഫ് ലവ് ഇല്ലാണ്ടാക്കുക ചെയ്യുന്നത്. നമുക്ക് സെൽഫ് ലവ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങനെ ഇരക്കാണ്ടിരിക്കുള്ളൂ. നമുക്ക് തന്നെ റെസ്പെക്റ്റ് വേണം. നമ്മൾ നല്ല ഊർജ്ജസ്വലരായിട്ടിരിക്കുക, നമ്മൾ നല്ല കോൺഫിഡൻസോട് കൂടി സംസാരിക്കുക, നമ്മൾ നല്ല സ്മാർട്ടായിട്ട് നടക്കുക. ഇതൊക്കെ ചെയ്തു കഴിയുമ്പോഴത്തേനും നമുക്കൊരു എനിക്ക് എന്തൊക്കെയോ സംഭവം എനിക്ക് സാധിക്കും എന്നൊരു ചിന്ത വരുത്തുക. അല്ലാണ്ട് എല്ലാവരുടെയും മുമ്പിൽ ചെന്ന് നമ്മളെ ഇല്ലായിക വല്ലായിക, നമുക്ക് സാമ്പത്തികമില്ല, ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, അങ്ങനെ ആരോടും പറയാൻ പോകാതിരിക്കുക. പിന്നെയുള്ളത് ഒരു കാര്യമുണ്ട്, ചിലർക്കുണ്ട് ഈ നമ്മൾ കുഞ്ഞു പിള്ളേരെ കണ്ടിട്ടില്ലേ, സിമ്പതി സമ്പാദിക്കാൻ വേണ്ടി കുഞ്ഞു പിള്ളേരെ വീഴുമ്പോൾ നമ്മളെല്ലാവരും കൂടെ പോയി ഓടിച്ചെന്ന കുഞ്ഞിനെ എടുക്കും. അവനത് പ്രായമായി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കുഞ്ഞു മനസ്സ് പോവുകയില്ല. ചിലരുണ്ട് അസുഖമെന്ന് പറയുന്നത്, അതായത് വയറുവേദന, തലവേദന, നടുവേദന, ഇങ്ങനെ കുറേ അസുഖങ്ങൾ, ഒറിജിനലായിട്ടുള്ള അസുഖങ്ങളല്ല, എന്നാലും കുറച്ച് പേര് അഭിനയിക്കുന്നവരുണ്ട്. എനിക്കറിയാം, എൻ്റെ മൂത്ത മോൻ എന്നായിരുന്നു പറയാം, അവൻ്റെ അച്ഛൻ ഇങ്ങനെ ദൂര സ്ഥലങ്ങളൊക്കെ ജോലിക്ക് പോയി കഴിയുമ്പോൾ അവനെന്നും വയറുവേദനയായിരുന്നു സ്കൂളിൽ പോണ സമയമാകുമ്പോൾ. അവസാനം കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവൻ്റെ അച്ഛനെ കാണാത്തതുകൊണ്ടുള്ള വിഷമത്തിലാണ് അവനിങ്ങനെ പറയുന്നതെന്ന്. ചേട്ടൻ വീട്ടിലിരിക്കുന്ന സമയത്ത് അവനൊരു കുഴപ്പമില്ല താനും, അവനെ സ്കൂളിൽ പൊക്കോളും ചെയ്യും. അപ്പം നമുക്കൊരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ കാണിക്കുന്നത്. അപ്പം അങ്ങനെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ രോഗങ്ങൾ, അത് എത്ര പ്രായമായവരാണേലും ചിലർ അഭിനയിക്കും. ചില കാരണവന്മാരൊക്കെ കണ്ടിട്ടുണ്ടോ, അവിടെ വയറുവേദന, 4 മണി വേദന, 5 മണി വയറുവേദന എന്നൊക്കെ പറഞ്ഞ് കുറേ മണിവേദന ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നവരുണ്ട്. അതായത് മറ്റുള്ളവരുടെ ശ്രദ്ധ, അവരെ നോക്കും, എല്ലാവരും കൂടെ വരുന്നു, എല്ലാവരും നോക്കുന്നു, കുറച്ച് ദിവസം നിൽക്കുന്നു, അത് അവരിഷ്ടപ്പെടുന്നു. അതിനു വേണ്ടിയിട്ടാണ് അവരങ്ങനെ കാണിക്കുന്നത്. അപ്പം അങ്ങനത്തെ കാട്ടായങ്ങൾ നമ്മൾ നിർത്തുക. നമുക്ക് ഈ അസുഖമാണെന്ന് പറഞ്ഞ് മറ്റുള്ളവർ ശ്രദ്ധ പിടിക്കുന്ന സമയത്ത് നമ്മൾ കോൺഫിഡൻസോട് കൂടി ഇരുന്ന് ആരുമില്ലെങ്കിലും നമ്മൾ ജീവിക്കുന്നുള്ള ശ്രദ്ധയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അല്ലാണ്ട് മറ്റുള്ളവരെ നമ്മളിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെയുള്ള രോഗങ്ങൾ അഭിനയിക്കാതെ ഇരിക്കുക. പിന്നെ ചെയ്യാനുള്ള പണികളെല്ലാം നമ്മൾ സ്മാർട്ടായിട്ട് നമുക്ക് പറ്റും പോലെ ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മളെപ്പോഴും നമ്മുടെ വീടും
വൃത്തിയാക്കി വെക്കില്ല, അതുപോലെ നമ്മുടെ ശരീരവും മനസ്സും ക്ലീൻ ആയിട്ട് വെക്കാൻ ശ്രമിക്കുക. അടുത്ത് നമുക്ക് ഇടയ്ക്കൊന്ന് ബ്യൂട്ടി പാർലറിൽ പോയിക്കോളുക. നമുക്ക് എന്തിലാണോ സന്തോഷം കിട്ടുന്നത് അത് നമ്മൾ ചെയ്യുക. സ്പാ ചെയ്യാനാണോ, അല്ലെങ്കിൽ പെഡിക്യൂർ മാനിക്യൂർ എന്ത് വേണ്ട അങ്ങനെയുള്ളതാണോ, അതാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ മാസത്തിലൊന്ന് പോകാൻ പറ്റുന്നവരാണ് ഏറ്റവും നല്ലത്. അങ്ങനെയൊക്കെ ചെയ്യുക. നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആവും. നമ്മളൊരു ജോലിയിലേക്ക് ഇറങ്ങി തിരിച്ച് നമ്മളവിടെ വിജയിക്കുകയും ചെയ്യും. അതല്ലാതെ നമ്മൾക്ക് മറ്റുള്ളവരെ നമ്മളെ പൊക്കിക്കൊണ്ടുവരും, നമ്മളെ നോക്കും എന്നോർത്തോണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പൊക്കിക്കൊണ്ടുവരാൻ ആരും കാണില്ല, നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുകയില്ല. എന്തെങ്കിലും ചെറിയ വരുമാനം, ഒരു 100 രൂപ കിട്ടിയാലും നമുക്കത് സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെങ്കിലുണ്ടല്ലോ അത് ഭയങ്കര ഭാഗ്യമായിരിക്കും, ഇല്ലേ? നമുക്കൊരു കോൺഫിഡൻസ് കൂടി വരും. 300 എന്നുള്ള 200 ആക്കാൻ നമ്മൾ ശ്രമിക്കും. അതാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ ഇങ്ങനെ ഈ മറ്റുള്ളവർ തരും, മറ്റുള്ളവരെന്നെ കളിപ്പിക്കണേ, മറ്റുള്ളവരെന്നെ ഇല്ലാതാക്കുന്നു, മറ്റുള്ളവരാണ് എല്ലാത്തിനും കാരണം എന്നും പറഞ്ഞ് നമ്മളിരിക്കാതിരിക്കുക. നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യനിഷ്ഠയോടുകൂടി നമ്മൾ ചെയ്തു തീർക്കുക. ജീവിതത്തിൽ പഠിച്ച പാഠത്തിൽ നിന്നാണ്. കടബാധ്യത അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങളോ ഒക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തളർന്നു പോകും. അപ്പം നമ്മൾ ചിന്തിക്കണം, നമ്മൾ തളർന്നിരുന്ന ആരെങ്കിലും കൊണ്ടുത്തരുമോ നമുക്ക്? ഇത് നമ്മൾ കാരണം ഉണ്ടായ സംഭവമല്ലേ, അല്ലാണ്ട് മറ്റാരും കാരണം ഉണ്ടായതല്ലോ. അപ്പം നമ്മൾ അവരെ പ്രതീക്ഷിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? നമുക്കതിനുള്ള മാർഗം കണ്ടുപിടിക്കുക. നമ്മൾ എങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുമോ, എക്സ്ട്രാ ഒരു ഇൻകം ഉണ്ടാക്കാനും കൂടെ ഒരു മാർഗം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നിങ്ങനെ ചിന്തിക്കുക. അതിന് വേണ്ടിയിട്ട് വീട്ടിൽ മുതിർന്നവരായിട്ടുള്ളവരെല്ലാം ഓരോ പണിക്കിറങ്ങുക. പിന്നെ ചെറിയ ചെറിയ കടങ്ങളാണെങ്കിൽ ചെറുത് ആദ്യം വീട്ടിൽ കൊണ്ടുപോരുക. അതിനുശേഷം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, വലിയ വലിയ കടങ്ങളും വലിയ ഇൻട്രസ്റ്റ് ഉള്ളതും ആദ്യം വീട്ടാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ജീവിതം നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കണം. എല്ലാവർക്കും സാധിക്കും. എനിക്ക് ഇങ്ങനെ തന്നെ ഞാൻ ജീവിതത്തിൽ വിജയിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം പറഞ്ഞു തരാം, നമ്മൾ മറ്റുള്ളവരെ പ്രതീക്ഷിച്ചിരിക്കരുത്. ആരും നമ്മുടെ കൂടെയില്ല എന്നുള്ള ചിന്ത മാത്രം നമ്മുടെ ഉള്ളിലുണ്ടാകണം. എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്താൻ വരുന്നേ, അതിനൊക്കെ നമ്മൾ നിന്നു കൊടുക്കാൻ ശ്രമിക്കാണ്ടിരുന്നാൽ മതി. നിന്നു കൊടുത്താൽ നമ്മുടെ ജീവിതം പോക്കാം. നമ്മൾ നിന്നു കൊടുക്കും തോറും നമ്മളെ അവർ കൂടുതൽ താത്തി കൊണ്ടുവരികയുള്ളൂ. നമ്മൾ നിന്നു കൊടുക്കാണ്ടിരിക്കുക, നമ്മുടെ കാര്യം നോക്കുക, നമ്മൾ സന്തോഷം കണ്ടെത്താനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക. പടം വരയ്ക്കാനോ പാട്ട് പാടാനോ അല്ലെങ്കിൽ ഡാൻസ് കളിക്കാനോ എന്താണെന്നുള്ള പലരും പറഞ്ഞ കേട്ടിട്ടുണ്ട്, എനിക്ക് ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ് അല്ലെങ്കിൽ പാട്ട് പാടാൻ ഇഷ്ടമാണ്, പക്ഷേ എനിക്കതിന് സാധിക്കുന്നില്ല എന്ന്. നമ്മൾ ധൈര്യപൂർവ്വം ഇറങ്ങുക, നമ്മുടെ മനസ്സിനെ സാധിക്കും എന്ന് പറയുക. നമുക്ക് സാധിക്കാത്ത ഒന്നുമില്ല. പിന്നെ മെഡിറ്റേഷൻ ചെയ്യുക ഏറ്റവും നല്ലൊരു കാര്യമാണ്. നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി നമ്മുടെ ഉള്ളിലേക്കുണ്ടാകും. മെഡിറ്റേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ഞാനിടാം. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യാൻ ഒന്നുമില്ല പറഞ്ഞു തരാൻ. എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ണടച്ചിരിക്കുക, നമ്മളിലേക്ക് പിന്നെ വെളുത്ത പുകയായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്ന പോസിറ്റീവ് എനർജി ആയിട്ടാണ് വെളുത്ത പുക എന്ന് പറയുന്നത്. അതിങ്ങനെ നിറയുന്നതായിട്ട് കാണുക. ബ്ലാക്ക് പുക പുറത്തേക്ക്, കറുത്ത പുക പുറത്തേക്ക് പോകുന്നതായിട്ട് വായിക്കൂടെ പുറത്തേക്ക് വിടുക. അപ്പം നെഗറ്റീവ് എല്ലാം പുറത്ത്. അങ്ങനെ ഒരു 10-15 പ്രാവശ്യം ദിവസവും ചെയ്യുക. അത് പിന്നെ 20 ആക്കി കൂട്ടിക്കൊണ്ടുവരിക. കുറേ ദിവസം കഴിയുമ്പോഴത്തേനും നമ്മളിൽ പോസിറ്റീവ് എനർജി നിറഞ്ഞതായിട്ട് നമ്മുടെ ഉള്ളിൽ തോന്നാൻ തുടങ്ങും. ഇതാണ് മെഡിറ്റേഷൻ. ഇത് നമ്മളിലേക്ക് പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വേണ്ട ആഗ്രഹങ്ങളും നമുക്ക് എന്തൊക്കെ സാധിക്കാനുണ്ടെന്നും ഒക്കെ നമ്മളിങ്ങനെ കണ്ണടച്ചിരുന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് പോസിറ്റീവുള്ള കാര്യം, നെഗറ്റീവ് ഒരു കാര്യം ഓർക്കാൻ പോരുത്. ആര് പറഞ്ഞത് ഓർക്കാൻ പോരുത്. അമ്മായിയമ്മ പറഞ്ഞ, അമ്മായിപ്പം പറഞ്ഞ, മരുമകൾ പറഞ്ഞത്, അല്ലെങ്കിൽ ഇല്ലോസുകൾ പറഞ്ഞത്, നമ്മുടെ ആര് പറഞ്ഞതായിട്ട് നമ്മൾ അതിനൊന്നും ചിന്തിക്കാൻ പോരുത്. നമ്മളുടെ മനസ്സിലേക്ക് പോസിറ്റീവ് മാത്രം. കാരണം നമുക്ക് മാത്രമേ നമ്മളെ നന്നാക്കാൻ സാധിക്കൂ. വേറെ ആർക്കും നമ്മളെ നന്നാക്കാൻ സാധിക്കില്ല. അത് മാത്രം നമ്മൾ വിചാരിച്ചാൽ മതി. എപ്പോഴും നമ്മൾ സന്തോഷവതിയായിരിക്കുക. ഒരു കാര്യവും നമ്മൾ മറ്റുള്ളവരോട്, നമുക്ക് അസുഖങ്ങളാണെങ്കിലും നമ്മുടെ സാമ്പത്തിക ബാധ്യതയാണെങ്കിലും നമ്മുടെ കുടുംബത്തിലെ പ്രശ്നമാണെങ്കിലും നമ്മൾ മറ്റുള്ളവരോട് പറയാതെയും കൂടി ഇരിക്കണം കേട്ടോ. ഒരു കാര്യം ആരോടും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവർ കേട്ട് ആസ്വദിക്കുമെന്നല്ലാണ്ട് നമുക്കൊരു പ്രയോജനമില്ല. നമ്മൾ അങ്ങനെയുള്ള കഥകളൊന്നും പണ്ടൊക്കെ ഞാനും പറയുമായിരുന്നു. എനിക്ക് എന്തുണ്ടെങ്കിലും ഞാൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. എനിക്കിങ്ങനെയുണ്ട്, എനിക്കിങ്ങനെ ബുദ്ധിമുട്ടാണ്, എനിക്കിങ്ങനെ അസുഖങ്ങളാണ്, എനിക്കിങ്ങനെ ശാരീരിക ക്ഷീണമാണ്, എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, എനിക്ക് ഇങ്ങനെയാന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. നമ്മൾ പറയണൊക്കെ എന്തെങ്കിലും പ്രയോജനം നമുക്ക് ജീവിതത്തിലുണ്ടാകും. നിങ്ങൾ ചിന്തിച്ചു നോക്കി, നിങ്ങൾ ഒത്തിരി പേരോട് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും, അവർ കേൾക്കുമെന്നല്ലാണ്ട് അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? അതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യണ്ടേ? നമ്മളിതിനെ മനസ്സിലേക്ക് എടുക്കുക. നമ്മൾ തന്നെ തീരുമാനം. നമ്മൾ എന്ത് വലിയ പ്രശ്നമാണെങ്കിലും അതിനെ ചെറുതായിട്ട് കാണാൻ ശ്രമിക്കുക. ഇപ്പം കടബാധ്യത
നമ്മളപ്പോൾ ഒരു 10 ലക്ഷം രൂപയുടെ കടമുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു 2 ലക്ഷം രൂപയുടെ അടുത്തേ കടമുള്ളൂ, അതെങ്ങനെയാണ് വീട്ടണം, അതൊക്കെ ഇത്രയല്ലേ ഉള്ളൂ എന്നിങ്ങനെ ഇങ്ങനെ ചിന്തിക്കുക. നമുക്കത് വീട്ടാൻ പറ്റും, നമ്മളിപ്പോൾ കൊല്ലുമൊന്നുമില്ലല്ലോ ബാങ്കുകാർ, അല്ലെങ്കിൽ നമ്മൾ അത്രയല്ലേ ഉള്ളൂ എന്നൊക്കെ ചിന്തിച്ച് നിസ്സാരവൽക്കരിക്കണം നമ്മുടെ മനസ്സിനെ ഇട്ട് തന്നെ. ആർക്കെങ്കിലും പൈസ കൊടുക്കാം, നമുക്ക് കൊടുക്കാൻ പറ്റുമെന്നേ, കുറച്ച് ദിവസം കൊണ്ട് കൊടുക്കാം, എങ്ങനെയെങ്കിലും കൊടുക്കാം, ഉള്ളതുപോലെയൊക്കെ കൊടുക്കാം എന്നിങ്ങനെ ചിന്തിച്ച് നമ്മുടെ മനസ്സിനെ പാകമാക്കി കൊണ്ടുവന്നൊക്കെ നമ്മളിലേക്ക് പൈസയും വരും, നമുക്കത് കൊടുത്ത് തീർക്കാനും സാധിക്കും. അല്ലെങ്കിലുണ്ടല്ലോ നമുക്ക് ഒരു കാലത്ത് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കില്ല. എല്ലാം എന്ത് വലിയ കാര്യമാണെങ്കിലും അതിന് ചെറുതാക്കി കാണാൻ ശ്രമിക്കുക, നിസ്സാരമായിട്ട്. അത് സാധിക്കും എന്ന് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുക. അതേപോലെ എന്ത് കാര്യവും വലിയ ഊതിപ്പെരുപ്പിച്ച് ആരോടും പറയാതിരിക്കുക. ചിലർ ഓരോ കാര്യങ്ങളൊക്കെ ഓരോരുത്തരോട് ചെന്ന് പറയുന്നത് വലിയ നിസ്സാര കാര്യമായിരിക്കും, അത് വലിയ കാര്യമായിട്ടായിരിക്കും ചെന്ന് പറയുന്നത്. പക്ഷെ നമുക്കത് വലിയ കാര്യമായിരിക്കാം സംഭവിച്ചു, പക്ഷെ അത് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും? ആ സമയത്ത് നമ്മൾ അതിനൊക്കെ നമുക്കത് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ആലോചിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, 10 പ്രാവശ്യം ആലോചിച്ചാൽ അതിൻ്റെ സൊല്യൂഷൻ കിട്ടും, 3 സൊല്യൂഷൻ കിട്ടും, അതിനകത്ത് ഒരെണ്ണം തിരഞ്ഞെടുക്കുക. 10 പ്രാവശ്യം മനസ്സിലിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് അതിൻ്റെ സൊല്യൂഷൻ എന്നാന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് വന്നത് എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്കതിൻ്റെ മറുപടി കിട്ടും. നമുക്ക് അത് മുഖാന്തരം അങ്ങ് ചെയ്താൽ മതി. അതല്ലാതെ നമുക്ക് വേറെ ഒരു മാർഗ്ഗമില്ല. നമ്മളിങ്ങനെ വെപ്രാളപ്പെട്ട് ഇങ്ങനെ എന്തൊക്കെയോ വിഷമത്തിൽ ഇങ്ങനെ ജീവിച്ചിട്ടുണ്ടല്ലോ, ഒരു പ്രയോജനം നമുക്ക് ജീവിക്കാനും പറ്റില്ല. നമ്മുടെ ജീവിതവും തീർന്നു പോകും, സന്തോഷിക്കാനുള്ള അവസരങ്ങളും തീർന്നു പോകും, എല്ലാം തീർന്നു പോകും. അപ്പോൾ മനസ്സിൽ വരുന്ന വിഷമങ്ങളെ നമ്മളിലേക്ക് എടുത്തിട്ട് നമ്മളതിനെ ലഘൂകരിക്കുക, മെഡിറ്റേഷനൊക്കെ ചെയ്ത് ലഘൂകരിച്ച് നമ്മളതിനെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. അനുഭവം കൊണ്ട് പറഞ്ഞു തരുന്ന നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ. നമുക്കിങ്ങനെയൊക്കെയാണ് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വലിയ വലിയ മാർഗത്തിൽ കൂടെ ഒന്നും പോയിട്ട് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. കൊച്ചു കൊച്ചു കാര്യങ്ങൾ ആര് പറയണത് മൈൻഡ് ചെയ്യാണ്ടിരിക്കാൻ ഒരു മനസ്സ് ആദ്യമേ ഉണ്ടാക്കി. ആര് പറഞ്ഞോട്ടെ, നമ്മളെ ബാധിക്കരുത്. എന്ത് പറഞ്ഞാലും നമ്മളത് ബാധിക്കരുത്, അത് വേണം. അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.